ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ആയിരിക്കാൻ നമ്മുടെ സർവശക്തൻ ഒരവസരം കൂടി തന്നതിനകത്ത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും എൻ്റെ യേശുവിന് കൊടുക്കുന്നു. യേശുവിൻ നാം തന്നെ സ്തോത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നല്ല ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഇടപെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ഒരു വിഷയം നമ്മുടെ ദേശീയ ദുരന്തമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ച ആ പെഹൽഗാം ഭീകരാക്രമണം. അപ്പോൾ അവിടെ ഞാൻ അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു കേട്ടത് ആ കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ള സ്ഥലമാണ് പെഹൽഗാം. അപ്പോൾ അതിന് പറയുന്നൊരു പേര്, ആ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് വരാൻ കാര്യം ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അവിടെ ഒരു പേരുണ്ട്, ഒരു വിളിപ്പേരുണ്ട്, മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വെച്ചാൽ അത്ര വലിയ സ്വർഗം പോലത്തെ സ്ഥലമെന്നൊക്കെ അവിടെ ഉള്ളവർ പറഞ്ഞ് വലുതാക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിനെക്കുറിച്ച് വന്നപ്പോഴത്തേന് നമുക്ക് ഇതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ, കേരളത്തിൽ നിന്ന് വരെയും നമ്മുടെ ഇടപ്പള്ളിയിലുള്ളൊരു രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ഒരാളും അവരുടെ കുടുംബമൊക്കെ പോയി ആ പുള്ളി മരിച്ച് വെടികൊണ്ട് വീഴുക. അങ്ങനെ പല ആൾക്കാരും ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല ഭാഷക്കാർ, പല ജാതിയായിട്ടുള്ള ആൾക്കാർ അവിടെ ചെന്ന് ആണുങ്ങളെ മാത്രം നോക്കി മുസ്ലിം അല്ലാത്തവരെല്ലാം അവർ വെടിവെച്ച് കൊന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി ഇത്ര പാടുപെട്ട് ആ സ്വർഗം കാണാൻ വേണ്ടി ഇത്ര പൈസയും മുടക്കി, 10,000 രൂപയൊക്കെ മുടക്കി അവിടെ ചെന്ന് വെടിയേറ്റ് അവിടെ മരിച്ച് പോലീസുകാരുടെ ബന്ധുമിത്രാദികൾക്ക്, മക്കൾക്ക്, ഭാര്യയ്ക്ക് എല്ലാം വിഷമവും പ്രയാസമൊക്കെ ആയി പോയിരുന്നു. എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഇത് ഈ ഇന്ത്യയിലുള്ളൊരു മിനി സ്വിറ്റ്സർലാൻഡ്. അപ്പം മിനി സ്വിറ്റ്സർലാൻഡ് ഇത്ര മനോഹരമാണെങ്കിൽ യഥാർത്ഥ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലം എങ്ങനെയായിരിക്കും? ഞാനത് ആലോചിച്ചപ്പോഴത്തേന് എൻ്റെ ഉള്ളിലോട്ട് ആ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സ്വിറ്റ്സർലാൻഡ് അല്ല, ഒരു ഏദനുണ്ട്, നഷ്ടമായ ഒരു ഏദൻ. അപ്പം ആ ഏദൻ നമുക്ക് വീണ്ടെടുത്ത് തരാനായിട്ട് വന്ന ഒരു ദൈവം, ആ ദൈവത്തെ നമ്മുടെ മനുഷ്യർ, ഈ ഭൂമിയിലുള്ള മനുഷ്യർ തന്നെ ക്രൂശിച്ച് കൊന്നു. ആ ദൈവം അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ മടങ്ങി വരുന്നത് അതാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, വീണ്ടെടുപ്പാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ ആ വീണ്ടെടുപ്പിനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുക. അപ്പോൾ ആ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് പിശാച് അപഹരിച്ചുകൊണ്ട് പോയി. അത് വചനം പറയുന്നു, അവൻ വരുന്നത് പത്രോസ് പറയുന്നിരിക്കും, പത്രോസിൻ്റെ ലേഖനത്തിൽ അവൻ വരുന്നത് അറുക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനുമാണ്. അപ്പോൾ യേശു അവിടെ വന്നിരിക്കുന്നത് പറയുന്നത്, യേശു പറയുന്നത് ഞാൻ വരുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് തരുവാനും അത്രേ. അപ്പോൾ യേശു ഉള്ളവർക്ക് ജീവനുണ്ട്, സമൃദ്ധമായ ജീവനുണ്ട്. അതെല്ലാ അഭിവൃദ്ധിയും സമ്പത്തും എല്ലാ നന്മകളും ഉണ്ടാവും. അതാണ് അവിടെ. അപ്പോൾ അതിനകത്ത് എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്വിറ്റ്സർലൻഡോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരോ അല്ല, അതിലുമൊക്കെ വലിയ നമ്മുടെ ആദിമ മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഏദൻ അന്ന് ആദ്യം നമ്മളെ മാതാവിനെയും പിതാവിനെയും അവിടെ നിന്ന് ഇറക്കി പുറത്താക്കി കളഞ്ഞപ്പോൾ ഏനോദ് എന്ന് പറഞ്ഞൊരു ദേശത്തോടാണ് അവരൊന്ന് ഇറങ്ങിപ്പോയത്. അവിടെ വെച്ചായിരിക്കാം മറ്റേ ഷേത്ത് ജനിച്ചതൊക്കെ. ഈ കയ്യൻ അതിനകത്തെ ഹാബേൽ മരണപ്പെട്ടു, കയ്യൻ കൊലപാതകയായി, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ മൂന്നാമത് പകരക്കാരൻ ഒരാളെ കൊടുത്തപ്പോഴത്തേന് ആ ഹൗവ അന്ന് അവനങ്ങനെ പേര് കൊടുത്തിരുന്നു ഷേത്തിന്. അപ്പോൾ അത് പകരം ദൈവം എനിക്കൊരു മകനെ തന്നു എന്നും പറഞ്ഞാണ് അവന് ഷേത്ത് എന്ന് പേരിടുന്നത്. അപ്പോൾ ആ ഷേത്തൊക്കെ ജനിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏനോദിലായ പിന്നെ ആയിരിക്കും. അപ്പോൾ ഏതേനിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദാമും ഹവ്വയും അവിടെ ആ ഏദൻ തോട്ടത്തിൽ ജീവിക്കുന്നത് കണ്ട് ഈ പിശാചിന് സഹിച്ചില്ല.
അപ്പോൾ അവൻ ഈ സ്വർഗത്തിൽ നിന്ന് താഴെ വീണ ഒരു പിശാചല്ലേ, അവനൊരു ദൂതനായിരുന്നു. പക്ഷെ അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് അതൊക്കെ നഷ്ടം. അവൻ ആ ദൈവത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു അഹങ്കാരം, അസൂയ, ആ ജാട വന്നതുകൊണ്ട് അവൻ മനസ്സിൽ ചിന്തിച്ചപ്പോഴേ അവനോട് എനിക്ക് യെശയ്യാവിൻ്റെ ബുക്കിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ അത്യുന്നതിൻ്റെ മുകളിൽ കയറിയിരിക്കും, അതിൻ്റെ മുകളിൽ എൻ്റെ സിംഹാസനം ഇരിക്കും. അതാണ് അവൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ 1000 കോടി വർഷം വരെയുള്ള അവൻ്റെ ആഗ്രഹമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവൻ്റെ ചിന്തയറിഞ്ഞ് ദൈവം അവനെ വെട്ടി നിലത്തിട്ടു. അവൻ വീണ സ്ഥലമാണ് ഈ ഭൂമി എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഏദനിൽ ഈ ദൈവം സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ ആ ഭീമാകരമായ ജൈജാൻറ്റിക് പ്ലാനിലുണ്ടായിരുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചു. മനുഷ്യന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി. മനുഷ്യന് വേണ്ടുന്ന വായു, വെള്ളം, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ഒരുക്കി. ഒന്നും അധ്വാനിക്കണ്ട, അവൻ അവിടെ വെറുതെ ഇരുന്നാൽ മതി. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചതായിരുന്നു. ഏറ്റവും മനോഹരമായിട്ട് എന്ന് വെച്ചാൽ അതുപോലെ മനോഹരമായ ഒരു കാര്യം ഈ ഗാലക്സികളിൽ എങ്ങുമില്ല. കോടാനുകോടി ഗാലക്സി എന്നത് സയൻസ് പറയുന്നു. ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം നമ്മുടെ ഉള്ളിലുമുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം പ്രഷ്യസ് ആയവരാണ്. നമ്മുടെ 1-3-16 പറയുന്നത് നിങ്ങളുടെ ആലയമാണ്, നിങ്ങളുടെ ഹൃദയമാണ് എൻ്റെ ആലയം, ഒരിടത്തും ഞാൻ വസിക്കുന്നില്ല. അപ്പോൾ അവിടെ 1-3-16 പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ഞാൻ വസിക്കുന്നു. ഇന്ന് യെരുശലേം ദേവാലയമോ അല്ലെങ്കിൽ ഇവിടെ മലയാറ്റൂർ പള്ളിയോ വേളാങ്കണ്ണി പള്ളിയോ അല്ല, നിങ്ങളുടെ ഹൃദയം. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ യേശു, ഈ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവും ദൈവം 3 പേരും വസിക്കുന്ന ഒരാലയം നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ ഇതിനകത്തായിരിക്കുന്ന നമ്മൾ സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ്. ഈ ദൈവാലയത്തെ കൊണ്ടു നടക്കുന്ന നമ്മൾ എത്രമാത്രം വിലപ്പെട്ടവരാണ്. അതുകൊണ്ടല്ലേ ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ആ പിശാച് ചോദിച്ച ആ മറുവില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത്. അവിടെ പറയുന്നത് എനിക്ക് പത്രോസിന്റെ ലേഖനത്തിലായിരിക്കും പറയുന്നത്, പൊന്ന്, വെള്ളി, മരം മുതലായ കല്ല് പോലെയുള്ള അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ഞാൻ എൻ്റെ രക്തം കൊണ്ട്, ആ ദൈവത്തിൻ്റെ ആ രക്തം കൊണ്ട്, ദൈവം ആത്മാവാണ്, ആത്മാവിൻ്റെ രക്തമില്ല, പക്ഷെ ആ ദൈവത്തിന് ഭൂമിയിലേക്ക് വരാനായിട്ടൊരു രൂപം എടുത്തു, മനുഷ്യരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിനായി ഭൂമിയിലേക്ക് വന്ന്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ ഘടനകളും ആ ദൈവത്തിനുണ്ടായി. ആ യോസഫിൻ്റെയും മറിയ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല സ്ത്രീയുടെയും ഉദരത്തിൽ വന്ന് ആ ഭൂമിയിൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ ജനിക്കേണ്ടത്, ഹൗവയുടെ ഉദരത്തിൽ കയ്യിനും ഹാബേലും ശേത്തും ജനിച്ച പോലെ ഈ ദൈവം ഭൂമിയിലേക്ക് വന്ന് ആ മനുഷ്യന് വേണ്ടി മുഴുവൻ നമുക്ക് ഈ വരാൻ പോകുന്ന ഒരു 100-150 കോടി ജനങ്ങളും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ 1000 കോടിയാവും. ആ 1000 കോടിക്ക് വേണ്ടിയുള്ള ആ പ്രതിവിധി, വീണ്ടെടുപ്പിനുള്ള ആ വില ദൈവം അവിടെ കൊടുത്തു കാൽവറിയിൽ. അവിടെയാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്, ഇനിയൊരു ബലിയില്ല. എറ്റലസ്തായി എന്നാണ് ഗ്രീക്കിലാണ് പറയുന്നത്. എറ്റലസ്തായി എന്ന് പറയും എല്ലാം പൂർത്തിയായി, ഇനിയൊരു ബലിയില്ല. നമ്മളിവിടെ മനുഷ്യർ വീണ്ടും വീണ്ടും അടുത്ത ബലിക്ക് വേണ്ടി ദിവ്യ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെ കാൽവറിയിൽ ഏകബലി അത് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി ഈ പൂർത്തീകരിച്ച ബലിയെ നമ്മളൊന്ന് വിശ്വസിച്ചു നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക, വിശ്വസിക്കുക, അത് വിളിച്ചു പറയുക. നമ്മുടെ സകല പരിപാടിയും ചെയ്തു കഴിഞ്ഞു, ഇനി അത് വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ ആ ആദിമ മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഏദൻ നമുക്ക് വീണ്ടും തിരിച്ചു തരാൻ പോവുക. അപ്പോൾ അന്ന് അവിടെ ആ ഒലിവുമലയിൽ നിന്ന് നമ്മൾ ദൈവം തിരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോഴത്തേനും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോകേണ്ടത് അത്യാവശ്യം എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് വന്നാലേ നിങ്ങളെ നടത്താൻ വേണ്ടി ഒരു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ പകരക്കാരനായിട്ട് തരും. എൻ്റെ സെയിം ഒരു ആത്മാവ്, ദൈവത്തിൻ്റെ അതേ ആത്മാവ് തന്നെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ ഈ 1000 കോടി ജനങ്ങളെ മുഴുവൻ നടത്താനുള്ള എല്ലാ ഭൂമി മുഴുവൻ പരിവർത്തിച്ചു. നമ്മൾ ആ ഉൽപ്പത്തിയിൽ വായിക്കുന്നു, ഈ ആദിയിൽ ദൈവം ഇത് മുഴുവൻ സൃഷ്ടിച്ചു. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മേൽ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ മുകളിൽ ഒരു കോഴി അടയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആദ്യകാലത്ത് എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിശുദ്ധാത്മാവ് ഭൂമിക്ക് മുകളിൽ പരിവർത്തിച്ച് ഇന്നുണ്ടായിരിക്കുന്ന ഭൂമി അതിനെന്തൊക്കെ വേണം അതെല്ലാം
ഈ മണ്ണിനടിയിലും കടലിനടിയിലും ഒക്കെ എല്ലാം റെഡിയാക്കി ഒരുക്കി വെച്ചിരുന്നു. വൈരങ്ങളോ സ്വർണ്ണങ്ങളോ, ഇന്നിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയാൽ മണ്ണിനടിയിൽ സ്വർണ്ണമലകളുണ്ട്, കടലിനടിയിലൊക്കെ ഉണ്ട്. അതുപോലെയുള്ള എല്ലാം ഇന്നും ഭൂമിയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത തരം വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന സ്വർണത്തെ കഴിഞ്ഞുമൊക്കെ വില കൂടിയ ഐറ്റംസ് ഈ ഭൂമിക്കടിയിൽ ദൈവം നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് അത് നമ്മുടെ കയ്യിൽ വരും. സ്തോത്രം. പക്ഷെ അതൊന്നുമല്ല വലുത്. അതിനെ കഴിഞ്ഞൊക്കെ വലുതായിരുന്നു ഈ ആദാമിനെ ഹവ്വയും പാർപ്പിക്കാനായിട്ട് കൊടുത്തിരുന്നത് ഏദനിൽ ദൈവം ഉണ്ടാക്കി വെച്ചിരുന്നത്. അവിടെ ഒന്നും അനങ്ങണ്ട. അത് പക്ഷേ ഒരുത്തിനും ആ പിശാചിന് മനസ്സിലായി ഇവരിവിടെ ഇത്ര സുഖകരമായിട്ട് വാഴുമെന്നുള്ളത്. അത് കണ്ട് അവൻ അസൂയക്കാരനാണ്. അവൻ അസൂയ മൂത്ത് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ആ ഹവ്വയെ തെറ്റിച്ച് ആ പഴം കാണിച്ച കൺമോഹത്തിൽ വീണ് അവളെ തെറ്റിച്ച് അവൾ അത് വച്ച് നിന്ന് ദൈവത്തിന് വിരോധമായുള്ള ആ പ്രവൃത്തി നുണ പറഞ്ഞു, അല്ലെ തെറ്റി പാപം ചെയ്തു. ആദ്യമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു അവളുടെ ഭർത്താവിനെയും തെറ്റിച്ചു അവിടെ നിന്ന് പുറത്തു പോകുവാൻ ഇടവന്നു. അപ്പം അന്ന് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് കെരൂബുകളെ അവിടെ കാവലാക്കി. ഊരിപ്പിടിച്ച വാളുമായിട്ട് 2 കെരൂബുകൾ അന്ന് മുതൽ കാവലാണ് അവിടെ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ കെരൂബുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ പോലും അതുപോലെ ഒരു സംരക്ഷണം ഈ എലോൺ മസ്കിനോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആൾക്കോ പോലും അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനോ അതുപോലൊരു സംവിധാനം ചെയ്യാൻ ആർക്കും അറിയില്ല. അതുപോലത്തെ ഒരു സിസ്റ്റം ഈ കെരൂബുകളുടെ കയ്യിലുണ്ട്. കെരൂബ് അത് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പൊടി പോലും, ഒരു വായു പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഓക്സിജൻ ഒന്നും അവിടെ കടക്കാൻ അതുപോലത്തെ കാവലാണ് കെരൂബുകളുടെ. ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ ഒരു ടെക്നോളജിക്കും കടക്കാൻ പറ്റില്ല. എത്ര വലിയ ശക്തിമാനായാലും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ എത്ര വലിയ സയൻസ് ടെക്നോളജി ആണെങ്കിലും അതിനകത്ത് കടന്നു കയറാൻ ഒന്നും പറ്റാത്ത രീതിയിലുള്ള ആ ഏദൻ തോട്ടം കാവൽ ചെയ്ത് നിൽക്കുന്ന ആ 2 കെരൂബുകളാണ്. അപ്പം ആ ഏദൻ അന്ന് മുതൽ ആദാമും ഹവ്വയും പുറത്താക്കി അന്ന് മുതൽ ആ ഏദൻ തോട്ടം എവിടെയോ ഒരു സ്ഥലം, ഈ ഗാലക്സിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഏദനിലോട്ട് നമുക്ക് പോകണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ആഗ്രഹം അതിനു വേണ്ടിയാണ്. അപ്പം നമുക്ക് ഈ നഷ്ടപ്പെട്ട ഈ ഏദൻ അത് വീണ്ടെടുത്ത് തരാനായിട്ടാണ് യേശു ഇവിടെ വന്നത്. അപ്പോൾ ഈ യേശുവിനെ വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തിലോട്ട് ചേർക്കുമ്പോഴത്തേന് ഈ വചനം വിശ്വസിച്ച് നമ്മൾ ഹൃദയത്തിലോട്ട് ചേർക്കുമ്പോഴത്തേന് നമ്മൾ മരിക്കുകയില്ല. നമ്മൾ ജീവനോടെ ഇരുന്ന് അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സുവിശേഷം പറയുക. പൗലോസ് പറയുന്ന പോലെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാനത് പറയും. മറ്റാരെയും ഞാൻ നോക്കുന്നില്ല. എനിക്കൊരു ജീവൻ, എൻ്റെ തൊണ്ടയ്ക്ക് ആ ശ്വാസം, എൻ്റെ ഹൃദയത്തിൽ ശ്വാസകോശത്തിൽ ശ്വാസമുണ്ടെങ്കിൽ എൻ്റെ ഞാൻ കണ്ണുപൊട്ടനാണ്, എനിക്കൊരു അറിവോ ഒന്നുമില്ല, ഞാനും ഒരു വിക്കനായിരുന്നു. ആ വിക്കനായ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം, എൻ്റെ ദൈവത്തെ എനിക്കറിയാവുന്നതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കർത്താവ് എന്നെ കാത്തു പരിപാലിക്കുന്നു. എത്രയോ ആൾക്കാർ എന്നെ കഴിഞ്ഞ് ആരോഗ്യമൊക്കെ ഉള്ളവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. ഞാൻ പലതവണ മരണത്തിൻ്റെ ആ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടതല്ല, എന്നെ ആവശ്യമുള്ളതുകൊണ്ട് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഞങ്ങളുടെ ഒരു ഇടയൻ പറയുന്ന പോലെ ഗോ ആൻഡ് സ്പെൽ, പോകുക പറയുക, ഞങ്ങൾ തമ്പൂർ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ദൗത്യം. സുവിശേഷം പറയുക, സുവിശേഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കുക. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഏദനിലേക്ക് നമുക്ക് ആദ്യം പോകാൻ ഈ ദൈവം വരാനുള്ള സമയമായി. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ 3000 എന്നുള്ളൊരു അക്കം നമ്മുടെ ഡിജിറ്റൽ കലണ്ടറിലോ നമ്മുടെ സാധാരണ ഈ പേപ്പർ കലണ്ടറുകളിലോ ഒന്നും വരാൻ സാധ്യതയില്ല. 3000 എന്ന് പറഞ്ഞ വർഷം വരുന്നതിന് മുമ്പ് നമ്മുടെ യേശു ഈ ലോകത്തിൽ പറഞ്ഞു പോയിരിക്കുന്ന പോലെ തന്നെ ആ ഒലിവുമല ചവിട്ടി വരും. നമ്മളെ ആ ഏദനിലേക്ക്, നമ്മളെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഏദനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു റീസ്റ്റോറേഷൻ നമുക്കുണ്ടാകും. അത് കഴിഞ്ഞ് നമുക്കൊരു വലിയ നിത്യതയുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ ഈ 850 ഗ്രാം തൂക്കമുള്ള തലച്ചോറിന് പറ്റില്ല. അവിടെ അനന്തകോടി വർഷം, അത് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല. അൺലിമിറ്റഡ് ഇയേഴ്സാണ് അവിടെ നമ്മൾ ആത്മാവില്ല. പക്ഷേ നമ്മൾ ഈ
ഏതെങ്കിലോട്ട് നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ശരീരമോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അതൊന്നും അത്രയും ചിന്തിക്കാൻ എനിക്ക് സമയം, അത്രയും പ്രാർത്ഥനിക്കാനായിട്ടുള്ളൊരു ഇതും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഞാൻ ആലോചിക്കുന്നത് നമ്മളെ ഇവിടെ നിന്ന് ഈ മഹാഉപദ്രവ കാലത്തൊന്നും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നമ്മളെ നമ്മളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഏതനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവിടെ നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ ലോകത്ത് കിട്ടാത്ത എല്ലാ സൗഭാഗ്യവും നമുക്ക് അവിടെ കിട്ടും. അത്ഭുതമാക്കും, അനുഗ്രഹമാകും. ഓക്കെ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞു.